ഇവൻ കൊറേ നേരം ഇവിടെ വന്ന് നിക്കണ്. ഇനി ഞാൻ അഭിനയിക്കണോ? ഇന്നത്തെ വീഡിയോ വന്നിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ അങ്ങ് അറിയത്തില്ലേ ഇമ്മ ഒന്ന് ഒച്ച ഉണ്ടാക്കല്ലേ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹലോ ഗായ്സ്, പുഡിങ് ഉണ്ടാക്കുക എന്താ വിചാരിച്ചെന്നറിയോ? ഇങ്ങനെ പിടിക്ക ഫോണേ വന്നിട്ട് നമ്മള് പുഡിങ് ഉണ്ടാക്കാം. അതൊന്നും കൊഴപ്പല്ല. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇളനീർ വേണം. നമ്മൾ ഇളനീർ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇളനീർ വെട്ടാൻ വേണ്ടിയിട്ടാണ് സാധനം എടുക്കുക. കൊടികളും കത്തിയും ചിലപ്പോൾ പാര വേണ്ടി വരും, പാര വേണ്ടി വരൂല. പാരല്ലാണ്ട് പിന്നെ എങ്ങനെ? പാരല്ലാണ്ട് പാരോണ്ട് കുത്തിയാൽ ഇളനീർ വേഗം പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ കൊടുവാളുകൊണ്ട് അതിസാഹസികമായിട്ട് വെട്ടണം. എനിക്കത് വെട്ടാൻ അറിയൂല. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടെങ്കിലും വെട്ടുക. എന്നിട്ട് നമ്മൾ പുഡിങ് ഉണ്ടാക്കുക. പുഡിങ് ഞാൻ ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നടക്കുമായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഇളനീർ വെട്ടാൻ വേണ്ടിയിട്ട് പോകാം. ഗൈസ്, ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ ഹോം ടൂർ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, കമന്റ് ബിലോ. ഓക്കെ, വീട് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. ഗായ്സ്, ഇതാ തേങ്ങ. എനിക്ക് പിടിക്കണ്ട. തേങ്ങ ഇളനിയും ഒക്കെ ഇന്ന് നമ്മൾ തെങ്ങുമെന്ന് കിട്ടിയത് ഇത്രയാണ്. ഗായ്സ്, ഇത്രയും തേങ്ങയും ഇളനിയുമാണ് നമ്മളുടെ വീട്ടിൽ നിന്ന് കിട്ടിയത്. വേണേ ഒരു തമ്മനയിൽ ഇങ്ങനെ വെച്ചോ. എന്ത് കളിക്ക ആയിഷ, കാണില്ല തേങ്ങ. അങ്ങനെ നിന്നോട്ടെ, എനിക്ക് എടുക്കാനാവില്ല. ഏത് നിക്ക് ചിരിക്ക് തമ്മനയിൽ വെക്കാനാ. ഓക്കെ, സെറ്റ്. ഗൈസ്, ഇതൊക്കെയാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഇളനി വലിച്ചത്. ഇത്ര ഇളനിയാണ് നമുക്ക് കിട്ടിയത്. ഇത് ഇളനിയല്ല, ഇത് ഇളനി എടുക്ക്. അതിനൊരു 2 എണ്ണം എടുക്കും. ആ വലിയ എടുക്കും. ഇതായിട്ട് ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളുടെ ഇളനി വന്നിട്ട്. ഓക്കെ, ഇന്ന് വൈകുന്നേരം മഴയൊന്നുമില്ല, നല്ലൊരു കാലാവസ്ഥ ആണ്. അത് ഞങ്ങൾ വെള്ളം കുടിച്ചതാ, ഇളനി മാത്രമുണ്ട്. അത് നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് ഇളനി പൊട്ടിക്കാം ഗൈസ്. എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഫുള്ള് ഫോറസ്റ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഗൈസ്, ഫുൾ ഫോറസ്റ്റ് ആണ്. ഞങ്ങളൊരു ഫോറസ്റ്റിൻ്റെ നടുവിലാണ് ഞങ്ങളെ പോരാ. ഫുൾ കാടും മേടും കണ്ടു. കാടും മേടും മടലും ഒക്കെ ആണുള്ളത്. അങ്ങോട്ട് മെഡലല്ല, മടല്. ഗൈസ്, ഞങ്ങളെ വീട്ടിലെ പ്ലാവാണിത്. ഇതിപ്പോൾ ഇന്നെക്കാട്ടും വലുതായിക്കണ്. ഗൈസ്, വർത്താനം പറയാൻ നിൽക്കാൻ നേരമില്ല, രാത്രിയായി. നമുക്ക് വേഗം ഈ ഇളനി രണ്ടും പൊളിക്കാം. വീഡിയോ വന്നിട്ട് പുഡിങ് ഉണ്ടാക്കണതാണ്. അതിൻ്റെ ഒരു റെസിപ്പി ഒന്നായിട്ട് ഉണ്ടാവുകയില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണ്. രസം ഉണ്ടാവുമായിരിക്കും, രസം ഉണ്ടാവലുണ്ട്. രസമൊന്നുമില്ല ഗൈസ്. എന്തൊരു പറ്റും ഇവിടെ 4 ആൾക്ക് ഇവിടെ ഞാൻ ഗിവ് അവേ കൊടുക്കണ്ട. ഇങ്ങനെയൊന്നും വെട്ടാൻ അറിയൂല. നടക്കൂല. പാരോണ്ട് ആക്കാം നമുക്ക്. അപ്പൊ ഗൈസ്, നമുക്ക് പാരനോടാക്കാം ഗൈസ്. പാര കൊതു. എന്റെ മുഖത്തത് കൊതു നടക്കില്ല. ഇങ്ങനെ പണ്ടൊക്കെ വെട്ടലുണ്ടെങ്കിൽ ഇങ്ങനെ 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 മൊത്തം. പക്ഷെ എനിക്കിത് അതിനോട് വെട്ടാന് അതെ മാവിന്റെ കാണിനി ഒന്നാക്കി ഞാൻ വല്ല കൊണ്ടുവരട്ടോ. പിടിച്ചു കിട്ടില്ല.
വളരെ കുറച്ച് എനിക്കാണിത് തിന്നാനും തോന്നുന്നുണ്ട്. പിന്നെ 2 ഇളനീർ വെള്ളം ഇതിൽ കുറച്ച് നമ്മൾ കുടിക്കുകയും ചെയ്തിട്ടോ. പിന്നെ വേണ്ടത് ചൈന ഗ്രാസ്, പാല്, ഐസ് കട്ടായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിക്കണം. എന്നിട്ട് എന്താ പറയാ, ഇങ്ങനെ ഉണ്ടാക്കൽ വളരെ സിമ്പിൾ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കാട്ടിത്തരാം. ഇനി നമുക്ക് മിക്സിയിലേക്ക് ഇത് കുറച്ച് കൊടുക്കുക. നമ്മള് ഇളനീ മുട്ടയിലേക്ക് ഇട്ട് വെച്ചിക്കണം. ഐസിന്റെ മമ്മി വന്ന അതിൻ്റെ ഇടയിൽ ഇടങ്ങാറാക്കാൻ. പിന്നെ നമുക്ക് ഇത് ഇളനീ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഇത്രയൊക്കെ മതിയാവും. ബാക്കി നമുക്ക് കുടിക്കാം. അല്ലെങ്കിൽ എനിക്ക് തരുന്നു. സൂപ്പറായിട്ട് അരിഞ്ഞ് കിട്ടി. ശരിക്കും ഇങ്ങനെ അരിയരുത്, ഇങ്ങനെ ആണോ? അടുത്തതായിട്ട് ചെയ്യേണ്ടത് പാലെടുത്ത് അടുപ്പത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് പാലെടുക്കാം. പാലെടുത്ത് ഞാൻ പൊട്ടിച്ചിട്ട് നോക്കിയപ്പോഴാണ് ആ സത്യം ഞാൻ അറിയുന്നത്. പാൽ കേട് വന്ന് പോയി ഗൈസ്. ഇനിയൊന്നും ചെയ്യാനില്ല, ഈ പാലെടുത്ത് കളഞ്ഞിട്ട് അടുത്ത പാലെടുക്കാം. ഗൈസ് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അപ്പോഴാണ് മൈക്ക് നമ്മളെ ചതിച്ചത്. മൈക്കിൽ ചാർജ് തീർത്തു പോയി. ഇതിൻ്റെ ഇടയിൽ കൂടെ മൈക്കിലെ ചാർജും തീർന്നുപോയി. അതുകൊണ്ടാണ് നമുക്ക് ഈ വോയിസ് ഓവർ എടുക്കേണ്ടി വന്നത്. അങ്ങനെ 2ാമത് പാലെടുത്തപ്പോഴും അതും നമ്മൾ ചതിച്ചു ഗൈസ്, അതും കേട് വന്ന്. അപ്പം ഞങ്ങളൊരവസ്ഥ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അനിയൻ പോയിട്ട് പാല് പുതിയത് വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ പാലും ചൈന ഗ്രാസൊക്കെ അടുപ്പത്ത് വെച്ച് നമ്മൾ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മിൽക്ക് മെയ്ഡാണ്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ചുകൂടി ഷുഗർ വേണമെങ്കിൽ, നല്ലോണം മധുരം ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ ഒരു രസം. അങ്ങനെ അതിലേക്ക് കുറച്ചുകൂടി ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ചൈന ഗ്രാസ് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ പാലും ഇതാ തിളച്ച് പൊന്തുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ഇളനീരിൻ്റെ ഒരു ജ്യൂസ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ചൈന ഗ്രാസും കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞു ഗൈസ്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ ഏതൊരു പാത്രത്തിലേക്കാണോ മാറ്റുന്നത് ആ ഒരു ട്രേയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ ഒരു ട്രേയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം. സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേഷൻ ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ബദാമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ചെറിയ ഇളനീൻ്റെ കഷ്ണമൊക്കെ വെച്ചാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ച് സെറ്റാക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം കഴിക്കാം. അപ്പം ഗായ്സ് ഞങ്ങൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരൽക്കുലത്ത് വീഡിയോ ആയിരുന്നു. 2 പാല് കേടുവന്നുപോയി. മൊത്തം സീനായിരുന്നു ഗായ്സ്. ഞങ്ങൾക്ക് തന്നെ ഒരു മൂഡില്ലാണ്ടായി പോയി. പിന്നെ ആണെങ്കിൽ അങ്ങനെ എന്തായാലും വീഡിയോസൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ എടുത്ത് തീർത്തുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.